ഇടുക്കിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ മുണ്ടക്കയത്ത് UDF പ്രതിഷേധം. കോട്ടയം കട്ടപ്പന റോഡ് ഉപരോധിക്കുകയാണ്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണല്ലേ? റോഷ്നി, കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മുണ്ടക്കയത്ത് പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം കട്ടപ്പന റോഡാണ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉപരോധിച്ചു വരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു മതമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള പുരുഷോത്തമൻ, 64 വയസ്സുള്ള പുരുഷോത്തമനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ പ്രദേശത്ത് ഏതാണ്ട് ഒരാഴ്ചയിലധികമായി കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ വനംവകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ് ഇന്നിപ്പോൾ ഒരാളുടെ ജീവൻ പൊലിയാൻ കാരണമാകുന്ന കോൺഗ്രസും ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് പ്രതിഷേധം നടന്നു വരുന്നത്. ഏതാണ്ട് 15 മിനിറ്റിലധികമായി ഈ പാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴെന്തായാലും ഒരു സൈഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. റോഷ്നി, പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. ഇതിനിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മാറുമോ, പോലീസ് ഇവരെ തടയേണ്ടി വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധമാണ്. രാഹുൽ, ഈ പ്രതിഷേധം ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്? റോഷ്നി, വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം കേൾക്കുകയും ചെയ്താണ്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇവിടെ ഒരു സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ ആന തന്നെയാണ് ഇപ്പോൾ മറ്റൊരാളുടെ ജീവൻ കൂടി എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം ഫോറസ്റ്റ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ ഈ പ്രദേശത്തെത്തി കാട്ടാനയെ ഓടിക്കാൻ വേണ്ട നടപടി എന്തായാലും പ്രതിഷേധം തുടരട്ടെ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ കോട്ടയം കട്ടപ്പന റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്.